ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഷോറൂമിലാണ്, മിഷി ഹബിലാണ് ഉള്ളത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ നല്ല നാളികേരം മേടിച്ചു വന്നിട്ടുണ്ട്. നാളികേരം നമ്മൾ നമ്മുടെ ഏറ്റവും കുഞ്ഞിനൊരു ഡ്രയർ വെച്ച് ഉണക്കി നമ്മുടെ കട്ടിങ് മെഷീനിൽ വെച്ച് നാളികേരം കട്ട് ചെയ്ത് ഉണങ്ങിയതിനെ കൊപ്ര കട്ട് ചെയ്ത് ആ കൊപ്ര നമ്മൾ എണ്ണയൊക്കെ എടുക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മുടെ എക്സ്പെല്ലർ ഉപയോഗിച്ച് ആട്ടി എണ്ണയൊക്കെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു നാളികേരം എടുത്ത് എണ്ണയ്ക്കുന്നവരുള്ള ഫുൾ പ്രോസസ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രയർ, അതുപോലെ തന്നെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കട്ടിങ് മെഷീൻ, അത് കഴിഞ്ഞാൽ കൊപ്ര എണ്ണയാക്കുന്ന നമ്മുടെ എക്സ്പെല്ലർ, ഇത്രയും മെഷീൻസ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രയറുകൾ വരുന്നത്, 3 ഡ്രയറുകൾ വരുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞൻ ഡ്രയർ, 3 തട്ടിൻ്റെ 15 കിലോ കപ്പാസിറ്റി വരുന്ന ഒരു 50 to 60 നാളികേരം ഉണക്കാൻ പറ്റുന്ന മെഷീനാണ്. ഇതിലാണ് നമ്മളിപ്പോൾ നാളികേരം ഉണക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു 5 ട്രേൻ്റെ ഡ്രയർ വരുന്നുണ്ട്, അത് ഫുൾ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. തൊട്ടപ്പുറത്ത് ഒരു 7 ട്രേ ഡ്രയർ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഡ്രയറിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കാന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ ഡ്രയറിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുഞ്ഞൻ ഡ്രയറാണ് നമ്മുടെ നാളികേരം ഉണക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നാളികേരം നമ്മൾ ഓൾറെഡി ഉടച്ച് നമ്മൾ ഇതിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി മെഷീൻ ഓൺ ചെയ്യാനായിട്ട് പോവാണ്. അതാണ് നമ്മുടെ പവർ സ്വിച്ച്. മെഷീൻ ജസ്റ്റ് ഒന്ന് പവർ ബട്ടൺ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇപ്പം ഈ കാണുന്ന ടെമ്പറേച്ചർ ഇതിൻ്റെ ഉള്ളിലത്തെ നോർമൽ ടെമ്പറേച്ചറാണ്. നമുക്ക് ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ 63 ഡിഗ്രിയാണ് ഇപ്പം വെച്ചിട്ടുള്ളത്. നാളികേരം കാരണം നമ്മൾ കുറച്ച് കയറ്റി വെച്ചേക്കാണ്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 55 ഡിഗ്രിയിലാണ് ഉണക്കേണ്ടത്. അതൊന്ന് നോട്ട് ചെയ്യാം. ഉള്ളിൽ ഹീറ്റർ ഓൺ ആയിട്ടുള്ള ഇൻഡിക്കേഷനിൽ കൂടെ കാണാം. അത് നമ്മുടെ മെഷീൻ ഹബിൻ്റെ ഏറ്റവും കുഞ്ഞൻ മെഷീനാണിത്, 3 തട്ടിൻ്റെ മെഷീനാണ്. നമുക്ക് നാളികേരം നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു 5 കിലോ നാളികേരമാണ് ഉണക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. നമ്മളൊരു തട്ടിലേക്കുള്ള നാളികേരം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ കാണാം ജസ്റ്റ്. അപ്പോൾ നമുക്ക് നാളികേരാണെങ്കിൽ നമ്മുടെ ഒരു തട്ടിൽ മാക്സിമം ആണെങ്കിൽ ഒരു 10 കിലോൻ്റെ അടുത്ത് നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 5 കിലോ നാളികേരം ഒറ്റൊരു ട്രേയിലേക്കൊക്കെ വെച്ചേക്കാണ്. ഇത്രയും നാളികേരാണ് നമ്മളിന്ന് ഉണക്കി കട്ട് ചെയ്ത് എണ്ണയൊക്കെ എടുക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 50 to 60 നാളികേരം വെക്കാനായിട്ട് പറ്റും. അതും പീസല്ല, ഫുള്ള് നാളികേരം. പീസാണെങ്കിൽ ഒരു 100 പീസിൻ്റെ അടുത്തേക്ക് കട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. 100-120 പീസിൻ്റെ അടുത്ത് കട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഇതേ മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൈൽഡ് ഡിസ്റ്റിൽ ട്രേസ് ആണ്. നാളികേരം, മല്ലി, മുളക്, ജാതിക്കൊക്കെ ഉണക്കാൻ പറ്റിയിട്ടുള്ള ട്രേ ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു ട്രേസ് മാത്രമല്ല, നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസും വരുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസ്, വെജിറ്റബിൾസ് ഒക്കെ ഉണക്കാനായിട്ട് പറ്റും. നമ്മൾ നാളികേരമായ കാരണം നമ്മൾ ഇത് വെച്ചേക്കാണ്. ഒരു മിൽ പർപ്പസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു മെഷീൻ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ ഒരു മെഷീൻ്റെ പ്രൈസ് വരുന്നത് 21,000 പ്ലസ് ടാക്സ് ആണ്. 3 തട്ടിൻ്റെ മെഷീനാണ് വരിക. അപ്പോൾ ഡ്രയറിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും മറ്റ് ഡ്രയറിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മുടെ നാളികേരം മൊത്തമായിട്ട് ഉണങ്ങാനായിട്ട് 24 മണിക്കൂറാണ് വേണ്ടത്. ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ ചിരട്ട കുത്താനായിട്ട് പാകത്തിന് ഉണങ്ങും. അതിന് ചിരട്ട കുത്തിയിട്ട് വീണ്ടും 12 മണിക്കൂർ ഇടാണ് വേണ്ടത് നമ്മുടെ ഡ്രയറിൽ. അപ്പോൾ നമുക്കിനൊരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ നാളികേരം ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നാളികേരം ഇപ്പോൾ ഏകദേശം 14 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിരട്ട കുത്തി മാറ്റാൻ അതിന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിരട്ട കുത്തി മാറ്റിയിട്ട് വീണ്ടും നമ്മുടെ മെഷീനിൽ ഇട്ടേക്കാണ്. അപ്പോൾ 14 മണിക്കൂറാണ് നമുക്ക് ചിരട്ട കുത്തി മാറ്റാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നാളികേരം നമുക്ക് ചിരട്ട കുത്തി മാറ്റിയുള്ളതിൻ്റെ അവസ്ഥ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു നമ്മുടെ ഏറ്റവും കുഞ്ഞൊരു ഡ്രയറാണ് നമ്മൾ നാളികേരം ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളികേരം ഇപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ മെഷീൻ ഓഫ് ചെയ്തിട്ട് ചിരട്ട കുത്തി മാറ്റിയിട്ട് വീണ്ടും ലോഡ് ചെയ്തേക്കാണ്. നമുക്കൊരു 14 മണിക്കൂറാണ് എടുത്തത് നമുക്ക് നാളികേരം ഉണങ്ങാനായിട്ട്, ഇത്രയും പകുതി ഉണങ്ങാനായിട്ട് എടുത്തത്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്കിവിടെ കാണാവുന്നതാണ്. ഏകദേശം ഒരു പകുതി ഉണക്കായിട്ടുണ്ട്. ഇപ്പോൾ അതൊരു 14 മണിക്കൂർ കൊണ്ടാണ് ഉണക്കായിട്ടുള്ളത്. അത്ര ഇവിടെ കാണാം. ഇനിയൊരു 12-14 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണക്കാനായിട്ടുണ്ട്. കാരണം നമുക്ക് വെളിച്ചെണ്ണ ആക്കാൻ പാകത്തിന് അത്രയും നല്ല ഉണക്കം വേണം. പിന്നെയും ഇനിയൊരു 12-14 മണിക്കൂർ കൂടി നമ്മളിട്ട് ഉണക്കാനായിട്ട് പോവാണ്. ഇത് കാണാം, അത്യാവശ്യം എല്ലാം തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ചിരട്ട കുത്തി മാറ്റി നമ്മൾ എടുത്ത് വീണ്ടും ഇട്ടേക്കാണ്. അപ്പോൾ നമുക്കിനിത് മെഷീൻ അടച്ചു വെച്ച് ഓൺ ചെയ്തിടാം. നമുക്കിനി അടുത്ത ദിവസം വന്ന് നോക്കാം. നമുക്ക് നാളികേരമൊക്കെ ഉണങ്ങി നമുക്ക് വെളിച്ചെണ്ണ കിട്ടാൻ പാകത്തിന് ഉണങ്ങിയിട്ട് നമുക്ക് നാളികേരം കട്ട് ചെയ്ത് നമ്മുടെ എക്സ്പെല്ലർ വെച്ച് എണ്ണ ആട്ടുന്നത് ബാക്കി നമുക്ക് വിഷ്വൽസ് നമുക്ക് നോക്കാം. നമുക്ക് മെഷീൻ അടച്ചു വയ്ക്കാം. മെഷീൻ നമ്മൾ അടച്ചിട്ട് നമ്മൾ വീണ്ടും മെഷീൻ ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ മെഷീൻ ഓണാക്കി ഇട്ടേക്കാണ്. അപ്പം നമുക്കിനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വരാം.
എന്നിട്ട് നമുക്ക് ഉണങ്ങി നമ്മുടെ കട്ടറിലിട്ട് കട്ടിങ് മെഷീനിലിട്ട് കട്ട് ചെയ്ത് എക്സ്പയറിൽ വെച്ച് എണ്ണയൊക്കെ നമുക്ക് കാണിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിരട്ട കുത്തി മാറ്റിയിട്ട് നമ്മൾ വീണ്ടും നാളികേരം ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല കൊപ്പറയായിട്ടുണ്ട്, വെളിച്ചെണ്ണയൊക്കെ ഭാഗത്തിന് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു ഉണങ്ങാനായിട്ട് നാളികേരം ഫുള്ളായിട്ട് ഉണങ്ങാത്ത സമയം പറയുകയാണെങ്കിൽ ഒരു 26-27 മണിക്കൂറോളം ഉണങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 14 മണിക്കൂറിലാണ് നമ്മൾ ചിരട്ട കുത്തി മാറ്റിയത്. വീണ്ടും ഇപ്പോൾ ഒരു 12-13 മണിക്കൂറുടെ ഇട്ട് ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് കൊണ്ടുപോയിട്ട് നമ്മുടെ കട്ടിങ് മെഷീനിൽ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മുടെ എക്സ്പെല്ലർ ഉപയോഗിച്ച് നമുക്ക് ആട്ടി എണ്ണയൊക്കെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞിനൊരു ഡ്രയറിലാണ് നമ്മൾ നാളികേരം ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മെഷീൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ നാളികേരം ഫുൾ ഉണങ്ങി നല്ല രീതിയിലുള്ള കൊപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എല്ലാം നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണയാക്കാൻ പാകത്തിനുള്ള ഉണക്കത്തിലായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഇത് കാണിച്ചു തരാം. നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്കിനിത് കട്ട് ചെയ്തെടുക്കാന്നുള്ളതാണ്. നമ്മുടെ കട്ടർ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഈ കൊപ്ര എല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് നമ്മുടെ എക്സ്പെല്ലറിൽ ആട്ടി എണ്ണയൊക്കെ എടുക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞൊരു ഡ്രയർ വരുന്നത്. അപ്പോൾ ഡ്രയറിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി വേറെ വീഡിയോസ് എടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കയറി കാണാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കട്ടിങ് മെഷീനിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാന്നുള്ളതാണ് ഈ കൊപ്ര മുഴുവനായിട്ടും. അപ്പോൾ നേരെ നമ്മുടെ അടുത്ത പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കട്ടിങ് മെഷീനാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ കട്ടിങ് മെഷീൻ വരുന്നത്. വളരെ കുഞ്ഞൊരു മെഷീനാണ്. നമ്മൾ ഓൾറെഡി പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. അടിയിൽ നമ്മൾ ബട്ടർ പേപ്പറും അതുപോലെ തന്നെ ഒരു പ്ലേറ്റും വെച്ചിട്ടുണ്ട്. അടിയിൽ വീണത് എടുക്കാനായിട്ട് നാളെ കൊപ്പറ കട്ട് ചെയ്ത് വരുന്നത്. മോളിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിവിടെയാണ് കൊപ്പറ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ എക്സ്പെല്ലറുകൾ ഇരിക്കുന്നുണ്ട് ആട്ടാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞ മെഷീനിലാണ് കൊപ്പറയായിട്ടിരിക്കുന്നത്. നമുക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഉണക്കി വെച്ച കൊപ്ര നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കെടുത്ത് നമ്മുടെ കട്ടിങ് മെഷീനിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കട്ട് ചെയ്തെടുക്കുകയാണ് മൊത്തമായിട്ട്. കടിയിലെ കുറച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കട്ട് ചെയ്തപ്പോൾ നമ്മൾ അടിയിൽ കുറച്ച് നമ്മുടെ ഇവിടെ വേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കവർ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. കവർ വെച്ച് നമ്മളത് മൂടിയിട്ടുണ്ട് പുറത്തേക്ക് വാടിയാൻ വേണ്ടിയിട്ട്. നമ്മളിനി കവറിലാണ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഒരു കവർ ഇവിടെ വെച്ചേക്കാണ്. ഇത് അടിക്ക് തെറിച്ച് കൊണ്ടിരിക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും മെഷീൻ ഓൺ ചെയ്ത് കൊടുക്കാം. മെഷീൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ കട്ടാക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാനായിട്ടില്ല. നമുക്ക് മെഷീൻ ഓഫ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ മെഷീൻ ഓഫ് ചെയ്തിട്ടു. എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും കട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു കവറിലേക്കുള്ള ഇത്രയാണ് നമുക്കതിൽ, ഇത്രയും കൊപ്രയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പലതരത്തിലുള്ള കട്ടിങ് സൈസുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് തുറന്നിട്ട് നമ്മൾ ഉപയോഗിച്ചത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കട്ടിങ് സൈസും കാണിച്ചു തരാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സൈസുകളാണ് ഇനി വരുന്നത്. ഇത് നമുക്കിവിടെ കാണാം. ഇത് വളരെ ചെറുതാണ്. ഇത് കുറച്ചുകൂടി നല്ല വലുത്. അത് ഏകദേശം ഇത്രയും സൈസ് നിങ്ങളെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ കുഞ്ഞൻ. നമ്മളിതിൽ ഉപയോഗിച്ചത് മെഷീൻ തുറന്ന് ഇതിവിടെയാണ് നമുക്ക് ഈ സൈസാണോ വേണ്ടത് ബ്ലേഡ്, അതിനനുസരിച്ച് നമ്മൾ വയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ഉപയോഗിച്ച സൈസ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു സൈസ് ബ്ലേഡാണ്. ഈ വട്ടമാണ്. ബാക്കിയുള്ള സൈസ് നമുക്ക് കാണിച്ചു തരാം. അതിനേക്കാളും വലിയ വട്ടം, അതിനേക്കാളും ചെറിയ വട്ടം, അതിനേക്കാളും വലുത്. ഇത് നമ്മൾ ഉപയോഗിച്ചതിനേക്കാളും ഭയങ്കര ചെറുത്. ഇത്രയും സൈസുകൾ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മളതിൻ്റെ സൈസിൻ്റെ ഇത് വെച്ച് കൊടുക്കേണ്ടത്. ജസ്റ്റ് അടച്ചു വയ്ക്കുക, മെഷീൻ ഓൺ ചെയ്യുക, മുകളിൽ ഇടുക, നമുക്ക് അടി വിടാം, നാളെ കൊപ്പറ കിട്ടുന്നതാണ്. വളരെ സിമ്പിളാണ് നമ്മുടെ ഈ കുഞ്ഞ മെഷീൻ ഉപയോഗിക്കാനായിട്ട്. 1 HP മോട്ടറാണ് നമ്മുടെ മെഷീൻ പവർ വരുന്നുള്ളൂ. വളരെ കുറഞ്ഞ കറണ്ടിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ ഈ കുഞ്ഞ മെഷീൻ. അതുപോലെ തന്നെ ഈ ഒരു കട്ടിങ് മെഷീൻ്റെ പ്രൈസ് വരുന്നത് 17,000 പ്ലസ് ടാക്സ് ആണ്. അപ്പോൾ 17,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു മെഷീൻ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉണക്കിയിട്ടുള്ള ഡ്രയറിൻ്റെ വില വരുന്നത് 21,000 പ്ലസ് ടാക്സ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് മെഷീൻ്റെ വില വന്നത് 17,000 പ്ലസ് ടാക്സ്. നമുക്കിനി എണ്ണയാക്കുന്ന മെഷീൻ കാണിച്ചു തരാം. എക്സ്പെല്ലറുകൾ പരിചയപ്പെടുത്തി തരാം. നമുക്ക് നമ്മൾ കട്ട് ചെയ്താൽ കൊപ്പറ എടുത്ത് എണ്ണയാക്കി എടുക്കാന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കട്ടിങ് മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ടുള്ള കൊപ്പറ. അപ്പോൾ നമ്മളിവിടെ ഒരു കിണ്ണത്തിലേക്ക് ആക്കിയിട്ടുണ്ട്, നമ്മുടെ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആട്ടി എടുക്കാനായിട്ട് പോകുന്നത്, എണ്ണയാക്കാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ ഈ ഒരു ഏറ്റവും കുഞ്ഞൻ എക്സ്പെല്ലർ ഉപയോഗിച്ചിട്ടാണ് ആട്ടി എണ്ണയാക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഏറ്റവും കുഞ്ഞൻ എക്സ്പെല്ലർ, നാനോ എക്സ്പെല്ലർ എന്നാണ് പറയാം.
അപ്പോൾ ഇതിൽ നമുക്ക് 400 വാട്ട്സാണ് ഈ കുഞ്ഞൻ മെഷീനിൽ വരുന്നത്. അതുപോലെ തന്നെ 1/2 HP മോട്ടറാണ് വരുന്നത്. വളരെ കുറഞ്ഞ കറണ്ടിൽ നമുക്ക് നമ്മുടെ കൊപ്രയൊക്കെ എണ്ണയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മെഷീനിൽ കൊപ്ര മാത്രമല്ല, എള്ള്, കടുക്, നമ്മുടെ കപ്പലണ്ടി, ബദാം ഇങ്ങനെയുള്ള എന്ത് സാധനവും ആട്ടി എണ്ണയാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് കൊപ്ര ആട്ടി എണ്ണയാക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഈ മെഷീനിൽ മീറ്റർ പാനലിലെ സംഭവങ്ങളൊന്നും വരുന്നില്ല. ഏറ്റവും സ്റ്റാർട്ടിംഗ് ബേസ് മോഡലാണ് നമ്മുടെ നാനോ എക്സ്പെല്ലറിൽ. 18,500 രൂപ വില വരുന്ന ഏറ്റവും സ്റ്റാർട്ടിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 10 മിനിറ്റോളം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മെഷീൻ ഓൺ ചെയ്തിടണം. നമ്മളിപ്പോൾ പ്ലഗ് ഇൻ ചെയ്ത് മെഷീൻ ഓൺ ചെയ്ത് ഹീറ്റർ ഓൺ ചെയ്തിട്ടേക്കാണ്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊപ്ര ആട്ടാം അതിനുള്ള സമയമായിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുണ്ട് ഓൺ ചെയ്തിട്ടിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കൊപ്ര ഇട്ട് നമുക്ക് ആട്ടിയെടുക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊപ്ര ഇതിലിടാണ്. അത്യാവശ്യം കൊപ്ര നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട്, പകുതി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ ഇതിലിപ്പോൾ മെഷീൻ്റെ ഹീറ്റർ നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൂടെ സൈഡിൽ സ്ക്യൂസിങ് എന്നൊരു ബട്ടൺ കൂടി വരുന്നുണ്ട്. അതുകൂടി ഓണാക്കിയാലാണ് നമ്മുടെ മെഷീൻ നമ്മുടെ എണ്ണയാക്കുമ്പോൾ അതിന് റൺ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്കത് ഓൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് മെഷീൻ സ്ക്യൂസിങ്ങിൻ്റെ സൗണ്ടും കേൾക്കാം, മെഷീൻ ഓൺ ആയിട്ടുള്ള സൗണ്ടും കേൾക്കാം. നമുക്ക് ഇവിടെയാണ് എണ്ണ വരിക, ഇതിവിടെയാണ് അതിൻ്റെ വേസ്റ്റ് വരിക. അപ്പം നിങ്ങൾക്ക് ഇവിടെ എണ്ണ വരുന്നത് കാണാം. നല്ല സ്പീഡിൽ തന്നെ എണ്ണ അത്യാവശ്യം വരുന്നുണ്ട്. നമ്മുടെ ഈ ഏറ്റവും കുഞ്ഞൻ മെഷീനിൽ നമുക്ക് മണിക്കൂറിൽ 3 to 4 കിലോ കൊപ്ര ആട്ടി എണ്ണയാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 400 വാട്ട്സാണ് വരുന്നത്. 1/2 HP മോട്ടർ വരുന്നുള്ളൂ. 18,500 രൂപയാണ് വില വരുന്നത്. പ്ലസ് GST വരും അതിൻ്റെ ഒപ്പം. അപ്പോൾ ഇതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ വേസ്റ്റ് വരിക. ഈ സൈഡിലൂടെ ആയിരിക്കും ഇതിൻ്റെ വേസ്റ്റ് വരുന്നുണ്ടാവുക. ഈ സൈഡിലാണ് എണ്ണ വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വട്ടം ഇട്ട് ആട്ടിയാൽ മതി, ഒരു വട്ടം കൊപ്ര ഇട്ട് ആട്ടിയാൽ മതി. ഫുള്ളായിട്ടുള്ള എണ്ണ കൊപ്രയെ നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ 2-3 വട്ടം ഇട്ട് ആട്ടേണ്ട ആവശ്യമില്ല. ഒറ്റ വട്ടം നമ്മൾ കൊപ്ര ഇട്ടാൽ മതി. ഫുള്ളായി എന്നുള്ള എണ്ണ നമുക്ക് ഒറ്റയടിക്കാൻ എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞൻ മെഷീൻ മാത്രമല്ല നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും സ്റ്റാർട്ടിംഗ് മെഷീൻ. ഇതിൽ 1/2 HP മോട്ടർ ആണ് വരുന്നത്. ഇതേ സെയിം സൈസിൽ നമുക്ക് 1 HP മോട്ടർ വരുന്നുണ്ട്. അതിൽ നമുക്ക് 4 to 7 കിലോ കൊപ്ര നമുക്ക് ആട്ടാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ പിന്നെ അതിൻ്റെ അടുത്ത മോഡൽ വരുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ ഒരു മെഷീനാണ്. ഇതിനാണെങ്കിൽ നമുക്ക് മണിക്കൂറിൽ 7 to 10 കിലോ കൊപ്ര ആട്ടാനായിട്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് വലിയ മെഷീൻ ഉണ്ട്. പിന്നെ മണിക്കൂറിൽ 25 കിലോ കൊപ്ര ആട്ടാൻ പറ്റുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അപ്പോൾ നമുക്കിവിടെ എണ്ണ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എണ്ണ മൊത്തം ആട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ചക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കളർ നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ളതാണ്. ഇത് ഭയങ്കര ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഇനി ഒരു തരി പോലും എണ്ണ നമുക്ക് എടുക്കാനായിട്ടില്ല. അപ്പോൾ ഒറ്റപ്പെട്ടം തേങ്ങയിട്ട് ഓടിയത് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ചക്കിൻ്റെ കളറോടെ കാണാം, നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ള കളറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എണ്ണയും നമുക്ക് പ്യൂർ വൈറ്റിലാണ് കിട്ടുന്നതാണ്. അത്രയും ക്വാളിറ്റി നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് ആട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ മെഷീനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണ മാത്രമല്ല, എള്ള്, കടുക്, നമ്മുടെ കപ്പലണ്ടി, ബദാം ഇങ്ങനെയുള്ള എല്ലാ സാധനവും ആട്ടി എണ്ണയാക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന എണ്ണ നമ്മൾ ഇതേപോലെയുള്ള ബോട്ടിൽ നമ്മളാക്കി വെക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ മുമ്പ് കടുക് ആട്ടി വെച്ചിട്ടുള്ളതാണ്. ഇതേപോലെ നമ്മൾ ഇനി നമ്മുടെ നാളികേരം ആട്ടിയ എണ്ണ നമ്മൾ ഇതേപോലെ കുപ്പിയിലാക്കി നമുക്ക് കാണിച്ചു തരാന്നുള്ളതാണ്. അത് നമുക്ക് കുപ്പിയിലാക്കിയാൽ ഇതൊന്ന് ഊർന്ന് വരാനായിട്ട് 1-2 ദിവസം എടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു മെഷീൻ മാത്രമല്ല, നമുക്ക് പലതരത്തിലുള്ള മെഷീൻസ് വരുന്നുണ്ട്. ഇതിപ്പോൾ 1/2 HP മോട്ടർ വരുന്ന ഏറ്റവും സ്റ്റാർട്ടിംഗ് മെഷീനാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ പ്രൈസ് വരുന്നത് 18,500 പ്ലസ് ടാക്സ് ആണ്. ഇനി ഇതിൻ്റെ തന്നെ ഇത് 1/2 HP മോട്ടറാണ്. ഇനി ഇതിൻ്റെ തന്നെ 1 HP മോട്ടർ വരുന്നുണ്ട്. അതിൽ നമുക്ക് മണിക്കൂറിൽ 4 to 7 കിലോ കൊപ്ര ആട്ടാനായിട്ട് പറ്റും. ഇതിലാണെങ്കിൽ 3 to 4 കിലോയാണ് മണിക്കൂറിൽ പറ്റുക. അപ്പോൾ അതിൽ നമുക്ക് 1 HP മോട്ടറാണ് വരിക. 4 to 7 കിലോ കൊപ്ര ആട്ടാനായിട്ട് പറ്റും. അതിൻ്റെ വില വരുന്നത് 24,500 പ്ലസ് ടാക്സ് ആണ്. ഇതിനും 18,500 പ്ലസ് ടാക്സ് ആണ്. എല്ലാത്തിനും 18% ടാക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ 2 മെഷീൻ കഴിഞ്ഞ പിന്നെ അടുത്ത് വരുന്ന ഈ ഒരു മോഡലാണ്. ഇതിൽ നമുക്ക് മണിക്കൂറിൽ 7 to 10 കിലോ കൊപ്ര ആട്ടാനായിട്ട് പറ്റും. ഇത് നമുക്ക് ചെറിയൊരു യൂണിറ്റിലേക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ്, വെളിച്ചെണ്ണ യൂണിറ്റിലേക്കൊക്കെ. ഈ മെഷീനൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് പറ്റിയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞൻ ഡ്രയറും അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞൻ എക്സ്പെല്ലറും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ മെഷീൻ കഴിഞ്ഞ പിന്നെ അതിൻ്റെ അടുത്ത മോഡൽ നമുക്ക് നല്ലൊരു മില്ല് നടത്തുന്നവർക്കാണെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള മെഷീൻസ് ഉണ്ട്. അവർക്കാണെങ്കിൽ നമുക്ക് ഒരു ഡ്രയർ പറയുകയാണെങ്കിൽ 500 നാളികേരം കൂട്ടിയിട്ട് ഉണക്കുന്ന മെഷീൻ ഉണ്ട്. അതിന് 1000 നാളികേരം കൂട്ടിയിട്ട് ഉണക്കുന്ന മെഷീൻസ് വരുന്നുണ്ട്. മില്ല് നടത്തുന്നവർക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഡ്രയറും നമ്മുടെ ഒരു കട്ടിങ് മെഷീനും അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയൊരു എക്സ്പെല്ലറും ഉണ്ടെങ്കിൽ നല്ല രീതിയിലും ഒരു ഓയിൽ മില്ല് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഒരു ദിവസം നമുക്ക് അത്യാവശ്യം
നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിൽ ഓയിൽ മിൽ റൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാ മെഷീൻസിനെ പറ്റി അറിയാൻ നമ്മുടെ മിഷി ഹബിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ എല്ലാ മെഷീൻസും ഓൾ ഓവർ ഇന്ത്യ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിൽ നമുക്ക് ഈ എല്ലാ മെഷീനും തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ഇവിടെ മിഷി ഹബിൽ ഒരു ഓയിൽ മില്ല്, അതുപോലെ തന്നെ ഫ്ലവർ മില്ല്, പാക്കിംഗ് മെഷീൻസ്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള മെഷീൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിലുള്ള മെഷീൻസാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത്. മറ്റ് മെഷീൻസിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മരത്താക്കരയാണ്. മരത്താക്കര സിഗ്നലിൻ്റെ അടുത്താണ് വരുന്നത്. ഹൈവേയിൽ തന്നെയാണ്. നമ്മുടെ പാലക്കാട് എറണാകുളം ഹൈവേയിൽ മരത്താക്കര സിഗ്നൽ കഴിഞ്ഞ വശം മാരുതി സുസുക്കിയുടെ ഒരു ഷോറൂം കാണാം കാറിൻ്റെ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ മിഷി ഹബ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ, മെഷീൻസ് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും എന്താ പറയുക, ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും എക്സ്പെല്ലറിൽ വെച്ച് നമുക്ക് ഇപ്പോൾ ബദാമോ കപ്പലണ്ടിയൊക്കെ ആട്ടി നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ചെയ്യാന്നുള്ളതാണ്. ഇതാണ് നമുക്കിവിടെ ആട്ടിയപ്പോൾ കിട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ. നമുക്കിവിടെ കാണാം. നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അതിൻ്റെ ക്വാളിറ്റി നമുക്കിവിടെ കാണാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലുള്ള ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വീട്ടിലിരുന്നിട്ടും, അതല്ല വീട്ടിലല്ല നിങ്ങൾക്ക് ഒരു ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും, അല്ല ഓയിൽ മില്ല് നല്ല രീതിയിൽ റൺ ചെയ്യുന്നവർക്കായിട്ടുള്ള മെഷീൻസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഏറ്റവും കുഞ്ഞൻ മെഷീൻ നമുക്ക് വീട്ടാവശ്യത്തിനാണ്. വീട്ടിലോ ഓയിലാക്കാൻ പറ്റുന്ന, വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞൻ മെഷീനാണ്. പിന്നെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വലുതൊക്കെ വരുന്നുണ്ട്. നമുക്ക് വലിയൊരു ഓയിൽ മില്ലിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ്. നമ്മുടെ എക്സ്പെല്ലർ ഉപയോഗിച്ച് ആട്ടിയെടുത്തിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ സംഭവം കൂടെ കാണാം. അപ്പോൾ ഇതേപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്കും ഉണ്ടാക്കാന്നുള്ളതുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഓയിൽ മില്ലിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊപ്ര ഉണക്കുന്ന ഡ്രയർ തൊട്ട് കൊപ്ര കട്ട് ചെയ്യുന്ന കട്ടിങ് മെഷീൻ, അതുപോലെ തന്നെ എക്സ്പെല്ലർ ആക്കുന്ന എക്സ്പെല്ലർ മെഷീൻ. നമുക്ക് ഈ എണ്ണ നമുക്ക് ഇപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലേക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻസും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മെഷീൻസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെഷീൻ ഹബിൽ ഒരു ഓയിൽ മില്ല്, ഫ്ലവർ മില്ല്, പാക്കിംഗ് മെഷീനറീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീനറീസും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും വെളിച്ചെണ്ണ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാൻ മെഷീൻസിന് വേണ്ടിയിട്ട് നമ്മളെല്ലാ മെഷീൻസും ഓൾ ഓവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും.